ഗേൾസിന്റെ അടുത്ത് ഒരു കൂടുതൽ അട്രാക്ഷൻ കാണിക്കുന്നത്. അക്ബർ കൺഫെഷൻ റൂമിലിരുന്ന് പൊട്ടിക്കരയുകയാണ്. ബിഗ് ബോസിലെ ഓരോ മത്സരാർത്ഥികളെയും കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു വരുത്തി ബിഗ് ബോസ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അക്ബറിനെ വിളിച്ചിട്ട് ആദ്യം തന്നെ ചോദിക്കുന്നത് ഉമ്മയെ പറ്റിയാണ്. ഉമ്മയെ പറ്റി ചോദിച്ചപ്പോൾ തന്നെ അക്ബറിന് സങ്കടം വന്നു. അക്ബർ കണ്ണുപൊത്തി, എന്തിനാണ് ബിഗ് ബോസ് ഇതൊക്കെ ചോദിക്കുന്നത്? ഞാൻ തന്നെ ഓർക്കാതിരിക്കുമായിരുന്നു, ഓർത്ത് കഴിഞ്ഞാൽ വിഷമം വരുമെന്ന് അറിയാലോ, അതുകൊണ്ട് തന്നെയാണ് അക്ബർ ചോദിക്കുന്നത് എന്തിനാണ് ബിഗ് ബോസ് ഇതൊക്കെ ചോദിക്കുന്നത് എന്ന്. അത് കഴിഞ്ഞ് ഭാര്യയുടെ കാര്യം ചോദിക്കുന്നു, ഭാര്യയെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇതൊക്കെ ചോദിക്കുമ്പോഴെല്ലാം അക്ബർ കൺട്രോൾ ചെയ്തങ്ങ് നിൽക്കുകയാണ്. അക്ബറിനെ നമുക്കറിയാലോ, ഒരു മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. എങ്കിൽ പോലും കൺഫെഷൻ റൂമിൽ വിളിച്ച് സ്വന്തം ഫാമിലിയെ പറ്റി ചോദിക്കുമ്പോൾ ഇത്രയും പൊട്ടിക്കരയുന്നുണ്ട് അക്ബർ. പിന്നെ അവിടെയുള്ള കൂട്ടുകാരെ പറ്റി ചോദിക്കുന്നുണ്ട്, ആരോടെങ്കിലും പൊരുത്തപ്പെടാതിരുന്നോ എന്ന് ചോദിക്കുന്നു. പിന്നെ എന്തെങ്കിലും തുറന്നു പറയേണ്ടതായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അക്ബർ ഒരു കാര്യം പറയുന്നു. നെവിനെ പറ്റി കഴിഞ്ഞ ദിവസം ശാരികയുടെ അടുത്ത് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. നെവിൻ കൂടുതലും പെണ്ണുങ്ങളുടെ അടുത്ത് കൂടുതൽ സമയം ഇടപെടുന്നതായിട്ട് എനിക്ക് തോന്നി. ആ കാര്യം ഞാൻ ശാരികയുടെ അടുത്ത് പറഞ്ഞു. പക്ഷേ അത് വേറെ തലത്തിലേക്ക് അവരെ കൊണ്ട് എത്തിക്കാൻ നോക്കുകയാണ്. എല്ലാവരും മോശം ചിന്താഗതിയുള്ള ഒരു ആളാണ് ഞാനെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ചില ചർച്ചകൾ അവിടെ നടക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ അത് എനിക്ക് ബിഗ് ബോസിൻ്റെ അടുത്തൊന്ന് പറയണം എന്നുണ്ടായിരുന്നു എന്നും അക്ബർ പറയുന്നു. അത് കഴിഞ്ഞ് ലാസ്റ്റ് നിങ്ങളുടെ ഉമ്മയും വൈഫൊക്കെ ഇത് കാണുന്നുണ്ട്, അവരോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മിസ് ചെയ്യുന്നുണ്ട്, ലവ് യു എന്നൊക്കെ പറയുന്നു. അങ്ങനെ ബിഗ് ബോസിൻ്റെ ലൈവിൽ ഇപ്പോൾ ബാക്കിയുള്ള മത്സരാർത്ഥികളെ ബിഗ് ബോസ് വിളിച്ച് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.